എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചന്ദന. ഞാൻ ബിൻസി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞങ്ങൾ എങ്ങനെ ജോർജിയയിൽ എത്തി, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്തത്, പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ MBBS കരിയർ ആയിട്ട് ചൂസ് ചെയ്തത് എന്നുള്ളതിനൊക്കെ ഒരു ഫുൾ ഒരു ജേർണിയാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ എൻ്റെ ജേർണി എങ്ങനെയായിരുന്നു എന്ന് പറയാം. അപ്പോൾ കുഞ്ഞിലേ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ +2 ബയോമാക്സ് ആണ് ചൂസ് ചെയ്തത്. +2 ഞങ്ങൾ പാസ് ഔട്ട് ചെയ്തത്, ഞങ്ങൾ രണ്ടുപേരും പാസ് ഔട്ട് ആയത് 2020 അത് കൊറോണ ടൈമിലാണ് ഞങ്ങൾ പാസ് ഔട്ട് ചെയ്തത്. അപ്പോൾ +2 കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഡോക്ടർ ആവാനുള്ളവർക്ക് എല്ലാവർക്കും ഉള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് നീറ്റ് എഴുതാന്നുള്ളത്. അപ്പോൾ ഞാനും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലാ ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്തു. കൊറോണ സമയമായതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഉള്ളത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ, അത്യാവശ്യം നന്നായി ഞാൻ ഉഴപ്പി. അങ്ങനെ അധികം പ്രിപ്പറേഷനൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി വന്ന് ആൻസർ കീ നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇപ്രാവശ്യം എന്തായാലും എനിക്ക് കിട്ടില്ല എന്ന്. അങ്ങനെ പിന്നെ വേറൊരു ഓപ്ഷൻ എനിക്ക് എൻ്റെ മനസ്സിലില്ല. എൻ്റെ മനസ്സിലെപ്പോഴും ഡോക്ടർ എന്ന് മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ബ്രില്യൻറ്റിൽ തന്നെ ജോയിൻ ചെയ്തു. ഞാൻ ഓൺലൈൻ തന്നെയാണ് ചൂസ് ചെയ്തത്. ആ സമയത്ത് ഞാൻ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് എക്സാം എഴുതിയിട്ട് വന്നപ്പോൾ എനിക്ക് നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റാങ്കിലേക്ക് എത്താനുള്ള എനിക്ക് സ്കോർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഭയങ്കര ഡെസ്പായി. പിന്നെ വേറെ എന്താ ഓപ്ഷൻ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും അമ്മയും കൂടി ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ ഒരു വ്ളോഗ് ഞാൻ കണ്ടത്. അതായത് ജോർജിയയിലെ യൂണിവേഴ്സിറ്റീസിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് എബ്രോഡ് പോയിട്ട് ഇങ്ങനെ MBBS ചെയ്താലോ എന്നുള്ള ഒരു ഐഡിയ വന്നത്. അങ്ങനെ ഞാൻ ഗൂഗിളിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തു എങ്ങനെയാണ് എബ്രോഡ് പോവാന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ 2-3 ഏജൻസീനായിട്ട് കോണ്ടാക്ട് ചെയ്തു. അതിലൊരു ഏജൻസി ആയിരുന്നു എയിംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പലർക്കും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അവർ ഓരോ യൂണിവേഴ്സിറ്റീസ് നമുക്ക് അയച്ചു തരും. അതിൽ ഏറ്റവും ട്രസ്റ്റ്വർത്തി ആയിട്ട് എനിക്ക് വിളിച്ച് സംസാരിച്ചപ്പോഴും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും എനിക്ക് ഏറ്റവും ട്രസ്റ്റ്വർത്തി ആയിട്ട് തോന്നിയത് എയിംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ തന്നെ. അങ്ങനെ ഞാൻ എയിംബ്രിഡ്ജ് തന്നെ ചൂസ് ചെയ്തു. അപ്പോൾ എയിംബ്രിഡ്ജ് ചൂസ് ചെയ്തിട്ട് പക്ഷെ അവരുടെ ഒരു മെയിൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ ഏജൻസി പോലെയല്ല. അവർ ഇങ്ങോട്ട് വിളിച്ച് നമ്മളെ ശല്യം ചെയ്യുക, അതുപോലെ തന്നെ ജോയിൻ ചെയ്യുക അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തിരുന്നില്ല. നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ഡൗട്ടാണ്, നമുക്കിപ്പോൾ പല ഡൗട്ട് ഉണ്ടാവുമല്ലോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ എബ്രോഡ് പോയി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടാണ് വിളിച്ചിരുന്നത്. അങ്ങനെ ഞാൻ എയിംബ്രിഡ്ജിൽ ഒരു കുഞ്ഞൊരു രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തിട്ട് അവിടെ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഇവിടെ ബത്തൂമിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനപ്പോൾ അത് അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവരെനിക്ക് ഒരു ഒപ്പീനിയൻ തന്നു. അത് ഒന്നാമത്തെ കാര്യം അവിടുത്തെ ഫീസ് ഭയങ്കര കൂടുതലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതൊരു ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ അക്കാദമിക് വൈസ് അത് കുറച്ച് ഒരു ലോ ലെവലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ തന്നെയാണ് എനിക്ക് ഈ ജോർജിയൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്തത്. അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചറൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ അതുപോലെ തന്നെ അക്കാദമിക്സിൻ്റെ കാര്യം, പിന്നെ റാങ്കിങ്ങും യൂണിവേഴ്സിറ്റിൻ്റെ റാങ്കിങ്ങും ഒക്കെ പറഞ്ഞു തന്നപ്പോൾ ഓക്കെ ആയി. ഞാൻ ഗാവുൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. സോ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ജേർണി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ചന്ദന പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിലെ തൊട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഡോക്ടർ ആവുക എന്നുള്ളത്. ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കില്ലേ, ടീച്ചേഴ്സൊക്കെ ചോദിക്കില്ലേ എന്താണ് അംബീഷൻ, വലുതാകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ആകേണ്ടത്. അതിനെനിക്ക് ഒറ്റ ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഐ വാണ്ടഡ് ടു ബി എ ഡോക്ടർ. അപ്പോൾ +2 ഞാൻ ബയോമാക്സ് ആയിരുന്നു എടുത്തത്. അത് പാസ് ഔട്ട് ചെയ്തത് 2020 കൊറോണ ടൈമിൽ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് മുൻപിലുള്ളതെന്ന് വെച്ചാൽ നീറ്റ് തന്നെയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രില്യൻറ്റ് പാലയിൽ റിപ്പീറ്റിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു. ബ്രില്യൻറ്റിൽ ക്ലാസ്സസ് ഓൺലൈനായിരുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു മാർക്ക് എനിക്ക് ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞ ഒരു പിടി ഉണ്ടായിരുന്നില്ല. എബ്രോഡ് വരണമെന്നോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ എബ്രോഡ് പോവാന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എടുത്തു. അപ്പോഴായിരുന്നു സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്. അത് എയിംബ്രിഡ്ജ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടായിരുന്നു. സോ നമ്മളവരെ കോണ്ടാക്ട് ചെയ്തു, അവരായിട്ട് സംസാരിച്ചു.
ജോർജിയയിൽ വരുന്നതിന് മുൻപ് തന്നെ എനിക്ക് കേംബ്രിഡ്ജിനെ അറിയാം. സോ ഞാൻ ജോർജിയയിൽ വരുന്നതിന് മുൻപ് തന്നെ യുക്രൈനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ MBBS ജോയിൻ ചെയ്തു. ചെന്നിട്ടൊരു 1 മന്ത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ യുക്രൈൻ റഷ്യ വാർ ഉണ്ടായി. സോ നമ്മൾ അവിടെ ഒത്തിരി സഫർ ചെയ്തിരുന്നു. ഒത്തിരി കഷ്ടപ്പാടുകളും ബങ്കറിലൊക്കെ ആയിട്ട് നമ്മൾ കുറേ ദിവസം നമ്മൾ കഷ്ടപ്പെട്ടിരുന്നു. അവിടെ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഈ കേംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ ആയിരുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ടും അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഭയങ്കര റെസ്പോൺസിബിൾ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് നാട്ടിലേക്ക് വരാനാണെന്നുണ്ടെങ്കിലും അവർ തന്നെയാണ് നമുക്ക് കൂടെ ഉണ്ടായിരുന്നത്. അവർ എല്ലാ ഹെൽപ്പും നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മൊമെന്റിലാണെന്നുണ്ടെങ്കിലും ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ട്രെയിനിലാണ് ബോർഡറിലേക്ക് പോകേണ്ടത്. സോ അപ്പോൾ നമ്മൾ നിന്ന ഹോസ്റ്റലിൽ നമുക്ക് അവിടെ കേംബ്രിഡ്ജിൻ്റെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ വേറൊരു യൂണിവേഴ്സിറ്റിയിലാണ് കൂടുതലും കേംബ്രിഡ്ജിൻ്റെ കുട്ടികൾ ഉണ്ടായിരുന്നത്. സോ നമ്മുടെ അവിടെ വന്നിട്ട്, ഞാൻ കാർക്കീവിലായിരുന്നു, നമ്മുടെ അവിടെ വന്നിട്ട് കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അപ്പോൾ വേറെ ഏജൻസീസ് ആണ് അവിടെ കൂടുതലുള്ളത്. സോ ലാസ്റ്റ് മൊമെന്റിലാണെങ്കിൽ തന്നെ ഇവർ വന്നിട്ട് അവർ ഏജൻസി കളിക്കുകയാണ്, അവരുടെ കുട്ടികളെ സേഫ് ആക്കാൻ നോക്കുക, അപ്പം നമ്മളെ ഒരു സൈറ്റിലേക്ക് മാറ്റി നിർത്തുക. പക്ഷേ കേംബ്രിഡ്ജിൻ്റെ ഭാഗത്ത് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അവരങ്ങനെ ഒരു വേർതിരിവില്ലാതെ എല്ലാ കുട്ടികളെയും ഒരുപോലെ അവർ സെർവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് അവരുടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. യുക്രൈനിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് അടുത്ത ബോർഡറായ ഹംഗറിയിലേക്കാണ്. സോ ഹംഗറിയിൽ ചെന്ന് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും കേംബ്രിഡ്ജിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ബഷീർ സാർ അവിടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളെ സ്വീകരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാനും സാറ് ഭയങ്കര റെസ്പോൺസിബിൾ ആയിരുന്നു. നമ്മുടെ വീട്ടിലെ ഒരാളെന്ന പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി. അവിടെയാണെങ്കിൽ തന്നെയാണെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ കേംബ്രിഡ്ജിൻ്റെ അല്ലാതെ കുറച്ച് കുട്ടികൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. സോ അവരെ ആണെന്നുണ്ടെങ്കിലും ഞങ്ങളെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെ അവരെ കെയർ ചെയ്യണത്. ഹംഗറിയിലായാലും ഡൽഹിയിലായാലും അതുപോലെ തന്നെ നാട്ടിലായാലും കേംബ്രിഡ്ജിൻ്റെ പല റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ ഉണ്ടായിരുന്നു. സോ അത്രയ്ക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റം ആയിരുന്നു, ഒരു സ്ട്രോങ് പില്ലറായിരുന്നു അവർ നമുക്ക്. സോ നാട്ടിൽ വന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് നാൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാറ് സ്റ്റോപ്പ് ആകും, നമുക്ക് പോകാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇതെന്തായാലും നടക്കില്ല, നമ്മളിത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ പറയാനാണെന്നുണ്ടെങ്കിൽ നീറ്റും കിട്ടിയില്ല, യുക്രൈൻ പോയിട്ട് അതിങ്ങനെയായി. പിന്നെ നമ്മുടെ മനസ്സാണെങ്കിൽ തന്നെ ഒന്ന് മടിച്ചു പോവില്ലേ, ഇനി ഇത് വേണോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, എനിക്ക് വേറെ എന്തോ ഓപ്ഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് വേറെ ഒന്നിനും പോകണ്ട. എൻ്റെ മനസ്സിൽ വേറെ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ഒരു ഓപ്ഷനേ എനിക്കില്ല. മനസ്സിൽ ഇത് തന്നെയാണ് കിടക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നമുക്ക് കുറേയൊക്കെ ലോസസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടായി. ഇപ്പം ക്യാഷ് ആയാലും ഇപ്പം ഒരു ഇയർ പോയി, അങ്ങനെ നമുക്ക് കുറേ ലോസസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സോ അപ്പോഴൊക്കെ എൻ്റെ അപ്പയാണ് പറഞ്ഞത്, കുഴപ്പമില്ല, ഇതിന് തന്നെ പൊയ്ക്കോ, നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം, ഏതായാലും ഇവിടെ വരെ എത്തിയതല്ലേ, നമുക്കിത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ മുൻപോട്ട് പോകാമെന്നുള്ളത്. സോ അപ്പോഴും നമ്മളിവിടെ കേംബ്രിഡ്ജ് എഡ്യൂക്കേഷനെ തന്നെയാണ് കോൺടാക്ട് ചെയ്തത്. അവരാണ് നമ്മുടെ ജോർജിയയിലേക്കുള്ളത് കാര്യങ്ങൾ അവരാണ് നമുക്ക് ചെയ്തു തന്നത്. അപ്പം നമുക്ക് അവരൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, ഗാവു. അതൊരു നല്ല യൂണിവേഴ്സിറ്റി ആണ്. ഇവിടെ കുറച്ച് ഫ്രണ്ട്സിനോടാണെന്നുണ്ടെങ്കിലും ഞാൻ ചോദിച്ചിരുന്നു ഗാവുവിനെ പറ്റിയിട്ട്. അപ്പം നല്ലൊരു ഫീഡ്ബാക്കാണ് നമുക്ക് അതിനെക്കുറിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഗാവുമായിട്ട് തന്നെ മുൻപോട്ട് പോയി. അപ്പം ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഗാവു സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ഗാവുവിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഗാവുന്ന് തന്നെ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കില്ലൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഒക്ടോബറിലാണ് ഞങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ടായത്. ഫസ്റ്റ് സെം ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അങ്ങനെ ഒരു ക്ലാസ്സൊക്കെ നല്ലപോലെ നടക്കുന്നുണ്ടായിരുന്നു. ക്ലാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡിസംബറിലാണ് ഞങ്ങളുടെ വിസ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ VFS ഓഫീസിലോട്ട് പോകണമായിരുന്നു വിസയുടെ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോകുമ്പോഴായാലും അവിടെ നമ്മുടെ ആ ഓഫീസിൽ നമ്മുടെ കേംബ്രിഡ്ജിൻ്റെ ശ്രീരാജ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ ഡോക്യുമെൻറ്റ്സ് ആയിട്ടും അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തരാൻ വേണ്ടിയിട്ട് അവിടെ ആ ചേട്ടൻ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാ ഹെൽപ്പിനും ഇപ്പം പേപ്പർ വർക്ക്സ് ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിനും അവർ തന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ചെന്ന് നിന്നാൽ മതിയായിരുന്നു. ഇൻ പേഴ്സണായിട്ട് നമ്മൾ അവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണത് അവർ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരി ഒരു ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങളുടെ വിസ ഓക്കെ ആയി. ഞാൻ ഫസ്റ്റ് ഇൻടേക്കിൽ തന്നെയാണ് വന്നത്. ഞാൻ മാർച്ച് 12 ഇവിടെ ജോർജിയയിൽ എത്തിയത്. ഞാൻ മാർച്ച് 18 എത്തുന്നത്. അങ്ങനെ ഞങ്ങൾ എത്തി.
ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങളുടെ ബഷീർ സാറ് ഞങ്ങളുടെ കൂടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാറ് ഞങ്ങളുടെ ഇവിടെ ജോർജിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തന്നു. പിന്നെ സിം എടുക്കാനാണെങ്കിലൊക്കെ സാറ് തന്നെയാണ് ഞങ്ങൾക്ക് എടുത്തു തന്നത്. പിന്നെ മാർച്ച് ഒരു 25-ാണ് ഞങ്ങളുടെ സെക്കൻഡ് സെം സ്റ്റാർട്ടായത്. സോ അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് TRC എന്ന് പറഞ്ഞൊരു കാർഡ്, ടെമ്പററി റെസിഡൻറ്റ് കാർഡ് നമുക്ക് വേണം. സോ അതായാലും ഇവർ തന്നെയാണ് നമുക്ക് എടുത്തു തരിക. അതിൻ്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രൊസീജിയേഴ്സ്, പേപ്പർ വർക്ക്സ്, കാര്യങ്ങളെല്ലാം അവർ തന്നെയാണ് ചെയ്തു തരിക. നമ്മൾ ചെന്നാൽ മതി. ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. അല്ലാതെ നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഈ TRC കിട്ടണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ടിൽ $10,000 ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കണം. അപ്പോൾ എയിംബ്രിഡ്ജ് ആണെങ്കിൽ നമുക്ക് അവർ തന്നെയാണ് നമ്മുടെ ഈ എമൗണ്ട് നമ്മുടെ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുക ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലായാലും എയിംബ്രിഡ്ജിന്റെ സ്റ്റുഡൻസ് അല്ലാത്ത വേറെ കുട്ടികൾ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അവർ ഏജൻസീസ് ഈ എമൗണ്ട് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. അവര് തന്നെയാണ് ഈ എമൗണ്ട് ഒപ്പിക്കേണ്ടതും അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കലും TRC എടുക്കലും ഒക്കെ അവർ തന്നെയാണ് ചെയ്യേണ്ടത്. എയിംബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ കാര്യമൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നമ്മളിവിടെ ജോർജിയയിൽ എത്തിക്കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇപ്പൊ ആദ്യത്തെ ഒരു 6 മന്ത് എന്ന് പറയുന്നത് നമ്മൾ ഹോസ്റ്റലിലായിരുന്നു, നമ്മൾ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അപ്പൊ നമുക്ക് ഇവിടുത്തെ ചുറ്റുപാടും പരിചയമൊന്നും ഇല്ലാത്തതും കൊണ്ട് തന്നെ നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്നതാണ് നമുക്ക് സേഫും. സോ അവർ തന്നെ നമുക്കത് സെറ്റാക്കി തന്നിരുന്നു. സോ ഉക്രൈനിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ്, ഞാൻ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. ഇവിടുത്തെ ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഇപ്പം ബഷീർ സാർ ആയിക്കോട്ടെ, ഷനോൺ ആയിക്കോട്ടെ, മൻസു സാർ ആയിക്കോട്ടെ, അവർ എപ്പോഴെങ്കിലും ഇവിടെ ഉണ്ടാകും. അവർ വന്നും പോയി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ജോർജിയൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ ഇവിടെ ജോർജിയയിൽ MBBS എന്ന് പറയുന്നത് 6 years ആണ്. ഞങ്ങൾക്ക് ഇവിടെ ടോട്ടൽ 12 സെം ആണുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ 5th സെം കറൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ സെം ബ്രേക്ക് ആണിപ്പോൾ. ഞങ്ങൾ മാർച്ച് 17-നാണ് ഞങ്ങൾ 6th സെം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് എബ്രോഡ് വരുന്ന പിള്ളേർക്ക്, അതായത് നാട്ടിലുള്ളവർക്ക് എബ്രോഡ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഭയങ്കര പുച്ഛമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു ഡിഗ്രി എടുക്കുക എന്നുള്ളതാണ് അവരുടെ കോൺസെപ്റ്റ്. പക്ഷെ ശരിക്കും എന്താന്ന് പറഞ്ഞാൽ ഫീ നമ്മൾ പേ ചെയ്യണം. പക്ഷെ ഇവിടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കൈ കിട്ടുള്ളൂ. അതിൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലാസ്സസ് ആയിക്കോട്ടെ, എക്സാം പാറ്റേൺ ആയിക്കോട്ടെ, എക്സാം എഴുതാൻ വേണ്ടിയിട്ട്, ഫൈനൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇത്ര ഒരു ഫിക്സഡ് ഒരു ബോർഡർ ഉണ്ട്, അറ്റൻഡൻസ് ഉണ്ട്, പിന്നെ മാർക്സിനായാലും ഒരു ബോർഡർ ഉണ്ട്. ആ ബോർഡർ ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫൈനൽ എക്സാംസ് എഴുതാൻ പറ്റും. ഇപ്പൊ ഒരു അരമാർക്ക് കുറഞ്ഞാൽ തന്നെ എക്സാം എഴുതാത്ത പിള്ളേരെ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ക്ലാസ്സസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെം വരണത് ഏകദേശം ഒരു 17 വീക്സോളം ഉണ്ടാകും. സോ അതിൽ നമുക്ക് 3rd വീക്ക് തൊട്ടിട്ട് നമുക്ക് അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. സോ പിന്നെ അങ്ങോട്ട് എല്ലാ ആഴ്ചയിലും അസസ്മെന്റ് ഉണ്ടാകും. പിന്നെ ഒരു 5th വീക്ക് ആകുമ്പോഴേക്ക് നമുക്ക് Quiz 1 എന്ന് പറയുന്നൊരു എക്സാം ഉണ്ട്. പിന്നെ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് നമുക്ക് മിഡ് ടേംസ് ഉണ്ട്. അത് കഴിഞ്ഞൊരു 2 വീക്സ് കഴിഞ്ഞൊരു Quiz 2 ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫൈനൽ എക്സാം വരണത്. സോ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ട്രിക്റ്റ് പാറ്റേൺ ആണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പർ അസസ്മെന്റിന്റെ മാർക്ക് ആയിക്കോട്ടെ, ഈ ഫൈനൽ എക്സാമിന് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അവസാനം ഫൈനൽ എക്സാമിന് ഇരിക്കാൻ പറ്റുക. ഇപ്പോൾ പ്രൊഫസേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇവിടെ വർക്ക് ചെയ്യുന്നവരാണ്, ഡോക്ടേഴ്സാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മൾ എന്ത് ചോദിച്ചാലും, അല്ല ഇവർക്കൊരു റേസിസമോ അങ്ങനെ ഒരു കാര്യങ്ങളില്ല. നമ്മൾ എന്ത് ചോദിച്ചാലും അത് കറക്റ്റായിട്ട് നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാനും നന്നായിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. നല്ല ക്ലാസ്സസ് നന്നായിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ബെസ്റ്റാണ് ഇവിടെ. ഞങ്ങൾ 2022-ലാണ് ഇവിടെ ഗാവുല അഡ്മിഷൻ എടുത്തത്. അപ്പം ഞങ്ങൾക്ക് ഫീസ് വരുന്നത് ഒരു സെമ്മിന് $2,500 ആണ് വരുന്നത്. അപ്പോൾ ഇയർലി $5,000 അങ്ങനെയാണ് ഞങ്ങളുടെ ഫീസ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 6 months ആണ് ഒരു സെം എന്ന് പറയുന്നത്. അപ്പോൾ 2 സെം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ലോങ് വെക്കേഷൻ ഞങ്ങൾക്ക് ജൂലൈ ലാസ്റ്റ് തൊട്ടിട്ട് ഒരു ഏകദേശം ഒരു സെപ്റ്റംബർ അവസാനം വരെയാണ് ഞങ്ങൾക്ക് ലോങ് വെക്കേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു സെം കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് ഒരു ഷോർട്ട് സെം ബ്രേക്ക് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. നമ്മൾ ആദ്യത്തെ 2 ഇയർ എന്ന് വെച്ചാൽ നമുക്ക് അനാറ്റമി, അത് ബേസിക് സബ്ജക്റ്റ് ആയിരുന്നു. അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഇമ്മ്യൂണോളജി അങ്ങനെയുള്ള ബേസിക് സബ്ജക്റ്റ് ആയിരുന്നു. പിന്നെ എല്ലാ സെമ്മിലും ഞങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ്, അതായത് ജോർജിയൻ ലാംഗ്വേജ് ഇവിടെ ക്ലാസ് ഉണ്ട്. അതിപ്പം ലാസ്റ്റ് സെം വരെ ആണെന്നുണ്ടെങ്കിലും, ഇപ്പം 12th സെമ്മിലാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ലാംഗ്വേജ് നമുക്ക് കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ 3rd ഇയറിലാണ് നേരത്തെ പറഞ്ഞല്ലോ. സോ ഇപ്പം നമ്മൾ പഠിക്കുന്നത് പാത്തോളജി, ഫാർമക്കോളജി അതൊക്കെയാണ്. പിന്നെ സർജറിയും തുടങ്ങിയിട്ടുണ്ട്. സർജറി ഞങ്ങൾക്ക് ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോയിട്ട് സർജറി കാണിച്ചു തരിക അങ്ങനെയൊക്കെ
ചെയ്യാറുണ്ട്. ക്ലിനിക്കൽസ് ആയാലും അവർ നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യാറുണ്ട്. സോ ഇവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കടാവർ ഇല്ല. സോ അപ്പോൾ നമ്മൾ ഡമ്മീസിലാണ് പ്രാക്ടീസ് ചെയ്യുക. സോ എന്നിരുന്നാൽ പോലും അവർ കറക്റ്റ് സ്റ്റെപ്സിൽ നമ്മളെ അവർ പ്രാക്ടീസ് ചെയ്ത് എടുപ്പിക്കുന്നുണ്ട്. ഇപ്പം ക്ലിനിക്കൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇഞ്ചെക്ഷൻസ് ആയിക്കോട്ടെ, CPR എടുക്കണതായിക്കോട്ടെ, എല്ലാം കറക്റ്റായിട്ട് തന്നെ അവർ ചെയ്ത് നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാ സൺഡേസിലും അവർ USMLE കോച്ചിങ് ക്ലാസ്സസ് ഫ്രീ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിന് വേറൊരു കാര്യം പറയാനാണെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ വെക്കേഷൻ ടൈമിൽ എയിംബ്രിഡ്ജും അതുപോലെ തന്നെ വേറൊരു അസോസിയേഷനും കൂടിയിട്ട് FMGE, അതായത് ഇന്ത്യയിൽ വന്നിട്ട് എഴുതേണ്ട ഒരു ലൈസൻസിങ് എക്സാം ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫ്ലൈൻ ക്ലാസ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതും എയിംബ്രിഡ്ജിൻ്റെ സ്റ്റുഡൻസിന് അവർ ഫ്രീ ആയിട്ട് തന്നെയാണ് നമുക്ക് ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നത്. അപ്പോൾ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഞങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഉള്ളൊരു നാട്ടിലൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ഈ റാഗിങ്ങിൻ്റെ പ്രശ്നമൊക്കെ. അങ്ങനെ ഒരു കാര്യം ഒരു 30% പോലും ഇവിടെ ആ റാഗിങ്ങിൻ്റെ ഒരു ഇഷ്യൂ നമുക്കിവിടെ ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല, ഇനി വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യം അറിയുകയാണെങ്കിൽ നമ്മളെ ആ മൊമെൻറ്റിൽ തന്നെ ഇവിടുന്ന് ഡീബാർ ചെയ്യും. ഇപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി മാത്രമല്ല, ജോർജിയയിലെ ഏത് യൂണിവേഴ്സിറ്റി നോക്കിയാലും അത് അങ്ങനെയാണ്. റാഗിങ് 0% ആണ് ഇവിടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 2 ഇയർ ആയി. ഫസ്റ്റ് സെമ്മ് ഞങ്ങൾക്ക് ഓൺലൈൻ ആയതുകൊണ്ട് വീട്ടിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 ഇയർ ആയി. അപ്പോൾ ജോർജിയ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര സേഫാണ്. ഇപ്പോൾ ഏത് രാത്രി ആയാലും ഇപ്പോൾ ഞങ്ങൾക്ക് ചില സമയത്തൊക്കെ ഞങ്ങൾക്ക് നൈറ്റ് 9 o'clock വരെയൊക്കെ ക്ലാസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ തിരിച്ച് വരുമ്പോഴായാലും ഭയങ്കര സേഫാണ്. അങ്ങനെ ഇപ്പോൾ ആരും ഇപ്പോൾ അങ്ങനെ ഒരു നോട്ടം കൊണ്ട് പോലും ഒരു അൺസേഫായിട്ട് നമുക്കിവിടെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മെട്രോയിലൊക്കെ ഭയങ്കര റഷ് ആവുന്ന സമയത്ത് പിറ്റ് പോക്കറ്റിങ്ങിൻ്റെ സംഗതി ഉണ്ട്. അത് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. പിന്നെ പീപ്പിളായാലും ചില ഒരു ഇച്ചിരി പ്രായമായ ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു റഷായിട്ടൊക്കെ ഒന്ന് സംസാരിക്കും. പക്ഷെ ബാക്കി ഇങ്ങനെ എല്ലായിടത്തും നല്ല ഫ്രണ്ട്ലി റേസിസോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ നമ്മള് കടയിൽ പോയാലാണെന്നുണ്ടെങ്കിലും അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുക. നമ്മളെ ഹെൽപ്പ് ചെയ്യാനായാലും അവർക്ക് അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഇവിടുത്തെ ജോർജിയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജോർജിയയിലെ വെതറിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കറന്റ് ഇപ്പം സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു April May ഒക്കെ ആകുമ്പോഴത്തേക്ക് സമ്മർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു 30-35 ഒക്കെ ആവാറുണ്ട്. നല്ല ചൂടാണ് അന്നേരം ഇവിടെ. വിൻ്ററിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ December ഒക്കെ ആകുമ്പോഴത്തേക്ക് വിൻ്റർ സ്റ്റാർട്ടാവും. ഒരു January Feb ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ടാവും, മൈനസ് പോകാറുണ്ട്. ടിബിലിസിയിൽ പൊതുവെ സ്നോഫാൾ ഉണ്ടാവാറില്ല. പക്ഷെ ഒരു ലാസ്റ്റ് വീക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്നോഫാൾ ആയിരുന്നു. ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ്. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് സ്നോഫോള്. ബിൻസി യുക്രൈനിലായതുകൊണ്ട് അവിടെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല മൈനസ് ഡിഗ്രി പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്. ഞങ്ങൾ എങ്ങനെ ഇവിടെ വരെ എത്തി, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു, പിന്നെ ഞങ്ങൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നീറ്റ് അടുത്ത ഏപ്രിലല്ലേ, ഏപ്രിലിൽ ഇപ്പോൾ നീറ്റ് വരാൻ പോവാണ്. അപ്പോൾ നീറ്റ് ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും നന്നായി പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് പറയാണ്. അപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഇവിടുത്തെ എഡ്യൂക്കേഷൻ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ജേർണി അതുപോലെ തന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എബ്രോഡ് വരാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ, സോ അവർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈഫൊക്കെ ആയിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.